ഞാൻ ഈ ടാറ്റ പറഞ്ഞു പോകുന്നത് വേറെ എങ്ങോട്ടല്ല, ലുലു മാളിലേക്കാണ്. വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ലുലുവിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ വേഗം ലുലു മാളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ ഞങ്ങൾ ആദ്യം പോയത് ലുലു കണക്റ്റിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് 1-2 സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ വേഗം ഒട്ടും സമയം കളയാതെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടോ. നാനുവിനെ കൂട്ടിയിട്ടില്ല. നാനുമോൾക്ക് ഡാൻസ് ഉണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് അതിന് മുൻപേ ഞങ്ങൾക്ക് വീട്ടിലെത്തണം. അപ്പോൾ ഞങ്ങൾ ചോറ് മാത്രം വെച്ചിട്ടുള്ള കറിയൊക്കെ പോയിട്ട് വേണം തട്ടിക്കൂട്ടി ആക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സാധനങ്ങൾ പിന്നെ ഇന്ന് വാങ്ങിയില്ലെങ്കിൽ പിന്നെ ടൈം കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ഐറ്റംസ് തന്നെ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ ട്രോളി തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഐറ്റംസൊക്കെ ഞങ്ങളിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയിട്ടോ. ഞാൻ പച്ചക്കറി സെക്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കുമായിരുന്നു. പ്രഭി അതാ പലചരക്ക് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പം അങ്ങനെ എടുത്ത് ലാസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ കുറേ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല കുറേ പായസങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതെന്തായാലും ടേസ്റ്റ് ചെയ്യാതെ പോകുന്നത് മോശമല്ലേ. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഫ്ലേവറായിട്ടുള്ള പായസമാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ പ്രഭി അതാ പഞ്ചാമൃതം പായസമാണ് കേട്ടോ കുടിക്കുന്നത്. ഞാനതാ പഴം പായസമാണ് കുടിക്കുന്നത്. അമ്മ അടപ്രഥമൻ പായസമാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ പഴം പായസം അടിപൊളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ ഞാൻ പ്രഭിക്ക് കൊടുത്തതാണ്. അപ്പോൾ പ്രഭി പറയേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ആസ്വദിച്ച് കുടിക്കുകയാണ്. അങ്ങനെ പായസമൊക്കെ കുടിച്ച് പിന്നെയാണ് വിചാരിച്ചത് നാനുമോൾക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്ന്. അപ്പോൾ നാനുവിന് എന്തെങ്കിലും വാങ്ങിക്കാതെ പോയി അവൾ പിന്നെ ഞങ്ങളെ ബാക്കി വയ്ക്കില്ല. അതുകൊണ്ട് പിന്നെ അവൾക്ക് വാങ്ങിക്കാനായിട്ട് ഞാൻ അവൾക്ക് ആവശ്യമുള്ള സെക്ഷനിലേക്ക് പോയതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് അവൾക്കും വാങ്ങി. പിന്നെ നോക്കുമ്പോൾ വിചാരിച്ചു മീനും കൂടി വാങ്ങിക്കാമെന്ന്. അത് വാങ്ങുകയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വേഗം ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും പൊരിക്കുക അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഈ ഒരു മീനാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് തരും. പിന്നെ വീട്ടിൽ പോയിട്ട് നമുക്ക് സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ വേഗം തന്നെ പിന്നെ ബില്ല് ചെയ്യാനായിട്ട് പോയിട്ടോ. അപ്പോൾ എല്ലാവരും ഓണം പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഏകദേശമൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ബായ്.